എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഷണ്ടിക്കും മുടികൊഴിച്ചിലുമൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പോലും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ ഇരുട്ടിൽ നിൽക്കുമ്പോഴാണ് ലാടവൈദ്യന്മാർ മുടി വളരുന്ന മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കാറുള്ളത്. അതിനുവേണ്ടി അവർ റോഡരികിൽ ഇത്തരം മരുന്നുകൾ കൊണ്ടുവച്ച് വെക്കുകയും വലിയ അളവിൽ മുടി ഇങ്ങനെ വളരുന്ന പിക്ചറൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡെമോ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ എല്ലാവരും കാണുന്നതാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് അവയൊന്നും തീരെ വിശ്വാസം ഉണ്ടാവില്ല. കാരണം ഇതൊന്നും അങ്ങനെ സംഭവിക്കുകയില്ല. ഈ മുടി വളരുന്നതും ഇതൊക്കെ ഉടായിപ്പാന്നുള്ള വിവരം നമ്മുടെ എല്ലാം ഉള്ളിൽ നന്നായിട്ടുണ്ട്. അതുപോലെ ഒരു ലാടവൈദ്യത്തരവുമായിട്ടാണ് ഇപ്പോൾ ഉക്രൈനിലെ സെലൻസ്കി ഇറങ്ങിയിരിക്കുന്നത്. ഇറാൻ ആക്രമണത്തെ തടയാനുള്ള മറുമരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഈ സെലൻസ്കിയുടെ ഇപ്പോഴത്തെ ഒരു അവകാശവാദം. ഈ മറുമരുന്ന് എന്നത് വില കുറഞ്ഞ ഇറാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണത്തെ തടയാൻ വില കുറഞ്ഞ ഡ്രോണുകൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, പകരം ഞങ്ങൾക്ക് പണവും നിങ്ങളുടെ കയ്യിലുള്ള മറ്റു സാങ്കേതിക വിദ്യയും തരണം എന്നാണ് ഉക്രൈൻ്റെ പ്രസിഡന്റായ സെലൻസ്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഈ കഷണ്ടി മരുന്ന് വിൽക്കാൻ UAE, ഖത്തർ, സൗദി അറേബ്യ, ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സെലൻസ്കി ലാടവൈദ്യന്മാരെ അയച്ചിട്ടുണ്ട് എന്നും അവകാശപ്പെടുന്നുണ്ട്. ഇത് വെറും ഒരു കച്ചവടം മാത്രമാണ്, ഇറാനെതിരായ യുദ്ധപ്രവർത്തനമല്ല എന്നും കൂടി സെലൻസ്കി പറയുമ്പോൾ അയാൾ ഇറാനെ എത്രയധികം ഭയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ വലിയ അളവിൽ വ്യോമ പ്രതിരോധ മിസൈലുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അത് അവർക്ക് വലിയ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റഷ്യയിൽ നിന്നും നിരന്തരമായ ആക്രമണങ്ങൾ നേരിടുന്ന കൈവ് അതല്ലെങ്കിൽ ഉക്രൈൻ വില കുറഞ്ഞതും ചെറിയ ഡ്രോണുകളും അതുപോലെ തന്നെ മറ്റ് ജാമിംഗ് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആയുധങ്ങൾ ഉപയോഗിച്ച് എല്ലാ രാത്രിയും റഷ്യ അയക്കുന്ന ഡ്രോണുകളെ എങ്ങനെ തകർക്കുന്നുവെന്ന് അമേരിക്കയും മിഡിൽ ഈസ്റ്റുമൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് സെലൻസ്കി പറയുന്നത്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഈ റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിച്ച് നിൽക്കുന്നത് 4 കൊല്ലമായിരുന്നു എന്നവർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉക്രൈൻ തവിടിപൊടിയായി കിടക്കാന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇയാൾ പറയുകയാണ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നുള്ളത്. എങ്ങനെ പ്രതിരോധിക്കാൻ? പുറം കൊണ്ട് തുടങ്ങി അത്ര തന്നെ, കിട്ടുന്നിടം വെച്ച് മേടിക്കുക, അതാണ് പ്രതിരോധം എന്ന് പറയുന്നത്. അതിന് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടിക്കും, അത് സ്വാഭാവികമല്ല, യുദ്ധത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമല്ലോ. പക്ഷേ ഉക്രൈൻ തകർത്ത് തരിപ്പണം അടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ കൈവെന്ന് ഇവർ അവകാശപ്പെടുന്ന പ്രദേശം, ഉക്രൈൻ്റെ തലസ്ഥാനം തോന്നുന്നു. അതിന് രസം സെലൻസ്കി ഈ കുടുംബശ്രീ ഡ്രോണുമായിട്ട് ട്രംപിനെ കാണാൻ ചെന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ട്രംപിനെ കാണാൻ ചെന്നപ്പോൾ ട്രംപിൻ്റെ കയ്യിൽ ശരിക്കും കിട്ടിയതാണ്. ഇയാളൊരു വെനിനൊക്കെ ഇട്ടാണ് പോയത്. അന്ന് ട്രംപ് ശരിക്കും നിനക്കൊക്കെ നല്ല വസ്ത്രം തേച്ചെങ്കിലും വന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് അയാളെ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രംപിന് തലയ്ക്ക് വെളിവില്ലല്ലോ, ആരോട് എങ്ങനെ പെരുമാറണം എന്നയൊക്കെ നന്നായിട്ട് അറിയില്ല. അതുകൊണ്ട് ഈ സെലൻസ്കിയെ കണ്ട ഉടനെ തന്നെ ഇയാൾക്ക് പൊക്കക്കുറവും കൂടി ആയതുകൊണ്ട് ഈ കുട്ടിവെനിനൊക്കെ ഇട്ട് വന്നപ്പം ട്രംപ് ചോദിച്ചു, നിനക്കൊരു മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടെങ്കിലും ഇവിടെ വന്നുകൂടി എന്നാണ് ട്രംപ് ചോദിച്ചത്. അതേ ട്രംപിൻ്റെ അടുത്ത് ഇയാൾ വീണ്ടും ചെന്നിരിക്കുകയാണ്, എൻ്റെ അലാക്കിൻ്റെ ഡ്രോൺ ഇരിപ്പുണ്ട്, ഇത് വെച്ച് നമുക്ക് ഇറാനെ അടിച്ച് തോപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടത് ട്രംപ് ഒന്നാ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. യൂറോപ്പൊന്നും സഹകരിക്കാതെ യുദ്ധം ഇങ്ങനെ തകർന്ന് തരിപ്പണം അടിച്ച് ഇയാൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഐഡിയ ആയിട്ട് സെലൻസ്കി ചേരുന്നത് ഇത് ചെന്നത് ട്രംപ് ഇയാളെ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടുകയായിരുന്നു. അതിനില്ല, ഇയാൾ ചോദിച്ച എമൗണ്ട് നിസ്സാരമൊന്നുമല്ല കേട്ടോ. 35 മുതൽ 50 മില്യൺ ഡോളർ വരെ ഉള്ളൊരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി അമേരിക്കയ്ക്ക് വണ്ടി കയറിയെന്ന് ഓർക്കണം. എന്നാൽ യുദ്ധം ഇങ്ങനെ മൂർച്ഛിച്ച് വരികയും ഇറാൻ മിഡിൽ ഈസ്റ്റിൽ കൂടുതലായി പിടിമുറുക്കുകയും ഹോർമസ് അടച്ചിടുകയൊക്കെ ചെയ്തപ്പോൾ ട്രംപ് ആകപ്പാടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സെലൻസ്കി ചെല്ലുന്നത്. ഇപ്പോൾ ഈ ഹോർമസിൽ ഇറാനെ ചെറുക്കാനുള്ള കരുത്ത് അമേരിക്കയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിൽ പറയുന്നത് ഹോർമസ് കടലിടുക്ക് വഴി ഞങ്ങളെ കടത്തി വിടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊരു വഴി അന്വേഷിക്കും എന്നാണ്. നിങ്ങളെ ഞങ്ങൾക്ക് അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഓടി തോൽപ്പിക്കും എന്നാണ് ട്രംപിൻ്റെ പുതിയ വെല്ലുവിളി. അടുത്ത വഴി എന്ന് പറയുന്നത് ഏതാണെന്നുള്ള വിവരം ട്രംപിന് പോലും അറിയില്ല. ചുമ്മാ അങ്ങ് അടിച്ചു വിടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ചെങ്കടൽ വഴിയൊന്നും വരവടക്കാല്ല, അവിടെ അതിനേക്കാൾ വലിയ സ്ട്രിക്റ്റാണ്. ഹൂത്തികൾ കാവലിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കപ്പൽ വന്ന് കിട്ടാൻ വേണ്ടി. എന്തായാലും അമേരിക്കയെ പറ്റിച്ച് കാശുണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സെലൻസ്കി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരെ കാണാൻ വേണ്ടിയാണ് ദൂതന്മാരെ അയച്ചിരിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ സുൽത്താന്മാരെ പറ്റിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ടിങ് പോരുമെന്ന് സെലൻസ്കിക്ക് അറിയാം, യുദ്ധത്തിന് വേണ്ടി അത് ചെലവഴിക്കാം. എന്നാൽ ഇയാൾ ഗൾഫ് രാജ്യത്ത് ചെല്ലുമ്പോൾ അതിനും വലിയ തലവേദനയാണ് ഗൾഫ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ടെഹ്റാനുമായി അല്ലെങ്കിൽ ഇറാനുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ പാമ്പിൻ്റെ തലവെട്ടാൻ സൗദിയിലെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ട്രംപിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപിൻ്റെ ഓഫീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. പാമ്പിൻ്റെ തല വെട്ടുക എന്ന് പറഞ്ഞാൽ ഇറാനെ മൊത്തമായിട്ട് തീർക്കുക. ഇവരാദ്യം തൊട്ട് പറയുന്നതാണ് പാമ്പിൻ്റെ തല വെട്ടുക. അത് ആദ്യം ആയത്തുള്ള അലി ഖാംനയെ
ഇവർ കൊന്നുവെന്ന് പറഞ്ഞ സമയത്തും അവർ ഇത് തന്നെയാണ്, പാമ്പിൻ്റെ തലവെട്ടി. അതുപോലെ ഇപ്പം സൗദിയുടെ രാജകുമാരനും പറയാണ് പാമ്പിൻ്റെ തല വെട്ടാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ പാമ്പിൻ്റെ തല വെട്ടുന്നതെന്ന് ട്രംപിന് പോലും അറിയില്ല. എന്നാൽ ട്രംപും അയാളുടെ ഓഫീസുമൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇറാൻ ഈ രാജ്യങ്ങളെ കൂടുതൽ ആക്രമിക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണെന്നാണ് പൊതുവെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ചിന്താഗതി. അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് UAE ഇറാൻ്റെ മിസൈലുകൾ അടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് അടിച്ചിറക്കി. അത് UAE എന്നെ നേരിട്ട് അവസാനം പറയേണ്ടി വന്നു, ഞങ്ങളൊന്നും അടിച്ചിടുന്നൊന്നുമില്ല, നിങ്ങൾ അടിക്കുന്ന സാധനം ഇങ്ങോട്ട് വന്ന് വീഴുന്നു, നിങ്ങൾ തൊടുന്നില്ല. കാരണം UAE പ്രതിരോധിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറാൻ ആക്രമണം കൂടുതൽ വർദ്ധിപ്പിക്കുമല്ലോ. അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെ അടിച്ചു വിടുന്നത്. UAE എല്ലാം പ്രതിരോധിക്കുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് അടിച്ചു നോക്കും എന്ന് ചൂടാക്കി വിടുക. നമ്മൾ ഇപ്പുറത്തുനിന്ന് പുള്ളിക്കിട്ട് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്കിട്ടും കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അമേരിക്ക തന്നെ തലകുത്തി നിന്നിട്ടും ഇറാൻ്റെ ആക്രമണത്തെ തടയാൻ കഴിയാത്തപ്പോഴാണ് മുഹമ്മദ് രാജകുമാരൻ ട്രംപ് ഇറാനിലേക്ക് എന്ന് അവരെ ആക്രമിക്കൂ എന്ന് പറഞ്ഞു വന്ന അമേരിക്കയുടെ അവകാശവാദം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ തന്നെ പരക്കെ പരിഹാസത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല തവണ ആവശ്യപ്പെട്ടിട്ടും ഇറാനെ അടിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപുമായി സഹകരിക്കാത്തത് കൊണ്ട് എല്ലാവരോടും ഇപ്പം ട്രംപ് കടുത്ത ദേഷ്യത്തിലാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പരാജയം കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപിൻ്റെ പുതിയൊരു പരാതി. എന്നാൽ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ഉള്ളിലിരിപ്പ് വേറെയാണ്. ട്രംപിൻ്റെ ഭ്രാന്തിന് എന്തിന് ഞങ്ങളൊപ്പം കൂടണം, അയാൾക്കിനി 3 കൊല്ലത്തിൽ താഴെ മാത്രമേ പ്രസിഡന്റിൻ്റെ അധികാരമുള്ളൂ എന്നാണ് യൂറോപ്പ് ചിന്തിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ട്രംപിനോടൊപ്പം ചെന്ന് യുദ്ധത്തിന് നിന്നാൽ ഒരിക്കലും ഒരു വിജയം തങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. തന്നെയുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിന് തയ്യാറായാൽ ഇറാനൊപ്പം റഷ്യയും ചൈനയും കൊറിയയും വരെ പരസ്യമായി സഹകരിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്ന കാര്യത്തിലും യൂറോപ്പ് വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും ഭയം തന്നെയാണ്. ഇറാനൊപ്പം റഷ്യയും ചൈനയും കൊറിയയും എല്ലാം കൂടിയാൽ കളവങ്ങം മാറും. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കാരണം റഷ്യ യൂറോപ്പിനെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവർ നേരെ യൂറോപ്പിനെ കയറി അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ യൂറോപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ അവസരം അവർ ശരിക്കും ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം തന്നെ ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുമിച്ച് കൈ കിട്ടിയതുകൊണ്ടാണ് അവർ വിടാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ വിട്ടുവീഴ്ചയില്ലാതെ ആക്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും തീർത്ത് അമേരിക്കയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സപ്പോർട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കൊടുക്കരുത്. അതിനുവേണ്ടിയുള്ള വേരിറക്കാനുള്ള ആക്രമണമാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും അമേരിക്ക എന്നവർ ചിന്തിക്കാൻ പാടില്ല. അതിനാണ് ഇപ്പം ഈ ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത്രയധികം ആക്രമിക്കാനുള്ള വൈരാഗ്യം അവർ തമ്മിലൊന്നും ഇല്ല. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ അവർ ഭയക്കണം. അതാണ് ഇറാൻ്റെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെ അതിശക്തമായ രീതിയിൽ ഇറാൻ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും യാതൊരു വിധത്തിലും രക്ഷയില്ലാതിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ. ഇസ്രായേൽ ഏതാണ്ട് പൂർണ്ണമായി ഇതിനകം തന്നെ തീർന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഗസയുടെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറെ താമസിയാതെ ഒരു 1-2 മാസം കൂടി യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗസയുടെ അവസ്ഥ തന്നെയാവും ഇസ്രായേലിനും. അവിടെ ജീവിക്കാൻ കഴിയാതെ വരും. യൂതന്മാർ ടെൻറ്റ് കെട്ടി കിടക്കേണ്ടി വരും. ഇപ്പം തന്നെ ഏതാണ്ട് അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ടെൻറ്റ് കെട്ടി കിടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഗസ ഇതിനു മുമ്പ് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ കൊണ്ടുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ അളവിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അവരും അതേ ദുഃഖം അനുഭവിക്കട്ടെ, അതേ വേദന അനുഭവിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ആക്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ഇറാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇറാന് ഇത്രയധികം ഉപരോധത്തിൽ കിടക്കുമ്പോൾ അവരെ സഹായിക്കാനോ അവർക്ക് അനുകൂലമായി സംസാരിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുന്നു, മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കുന്നതിൻ്റെ പിന്നിൽ നീതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ്. 35 കൊല്ലം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ ഇറാനെ ഉപരോധത്തിലാക്കിയതിന് ചോദിക്കാൻ ആരുമില്ല. പിന്നെ അങ്ങനെയുള്ള രാജ്യത്തിനോട് പോയി ഉപദേശിക്കാൻ നിന്നാൽ അവർ ഒരു കാരണവശാലും കേൾക്കില്ല. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഇങ്ങോട്ട് ഒരുത്തരും വരണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾ ചെയ്യും. ഇത് ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശം. നിങ്ങളെല്ലാവരും അമേരിക്കയുടെ കൂടെ കൂടുകയോ കൂടാതിരിക്കുകയോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷേ യുദ്ധം നീട്ടും എന്ന് തന്നെയാണ് ഇറാൻ്റെ നിലപാട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇറാനോട് കൂടുതൽ പിണക്കാൻ പോകണ്ട, അവരുമായിട്ട് വഴക്കുണ്ടാക്കണ്ട എന്നൊരു ചിന്താഗതിയാണ് യൂറോപ്പിനുള്ളത്. അപ്പം ഇറാനെ പിണക്കുന്നതിലും അവർക്ക് ലാഭം ട്രംപിനെ കൈവിടുന്നതാണ്. ട്രംപിന് ശേഷം വരുന്ന ഏത് പ്രസിഡന്റായാലും അപ്പോഴത്തെ അമേരിക്കൻ നിലപാടിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം. ഈ ട്രംപിന് ഭ്രാന്തായുണ്ടല്ലേ ട്രംപ് ഇത്രയും പണിക്കിറങ്ങിയത്. മറ്റൊരു പ്രസിഡന്റാണ് വരുന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അമേരിക്കയുടെ ഒരു വിദേശ നയം വലിയ കുഴപ്പമില്ലാത്തൊരു നയം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ തിരികെ വന്നാൽ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. വീണ്ടും യൂറോപ്പുമായി പഴയ ടൈപ്പ് ആവുകയും ചെയ്യും. കയറ്റുമതിയുടെ കാര്യത്തിലോ മറ്റ് താരിഫിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പോൾ ട്രംപിൻ്റെ കാലാവധി കഴിയുന്നവരെ അമേരിക്കയായിട്ടുള്ള ബന്ധം ഇങ്ങനെ തട്ടിമുട്ടി കൊണ്ടുപോവുക എന്നുള്ളതാണ് യൂറോപ്പിൻ്റെ നിസ്സഹരണത്തിന് പിന്നിലുള്ള
പ്രധാന കാര്യം. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. മുമ്പ് അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ എത്തിച്ച ഒരു പരാജയം വാങ്ങിത്തരുന്നതിലുള്ള സെനറ്റർമാരുടെ അമർഷം അവർ ഇപ്പോൾ സ്ഥിരമായിട്ട് അമേരിക്കയുടെ സെനറ്റിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് സൗഹൃദ രാജ്യങ്ങൾക്ക് വരെ താരിഫ് ഏർപ്പെടുത്തി അവരെ വെറുപ്പിച്ചും പുച്ഛിച്ചുമൊക്കെ ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തന്നെയുമല്ല, ചുമ്മാ ഇരുന്ന ഇറാനോട് മെക്കിട്ട് കയറി യുദ്ധത്തിന് ചെല്ലുകയും അമേരിക്കയുടെ 2 വലിയ യുദ്ധക്കപ്പലുകളും കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധോപകരണങ്ങളും എല്ലാം നശിപ്പിച്ച് നഷ്ടം വരുത്തി. അതുകൂടാതെ 100-ലധികം സൈനികരുടെ മരണത്തിനുമൊക്കെ കാരണക്കാരനായ ട്രംപ് ഇന്ന് അമേരിക്കൻ ജനങ്ങൾക്കിടയിലും സെനറ്റർമാർക്കിടയിലും യാതൊരു സ്വീകാര്യതയില്ലാത്ത ഒരുത്തനാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ഇറാനാണെങ്കിൽ ട്രംപിനെ ഇങ്ങനെ വിടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇറാൻ എത്രയധികം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ അത്രയധികം സാമ്പത്തിക തളർച്ചയായിരിക്കും അമേരിക്കയ്ക്ക് ഇനിയും വരാനുള്ളത്. അമേരിക്ക ഇപ്പം തന്നെ സാമ്പത്തികമായി അമ്പെ തകർന്നിരിക്കുകയാണ്. അപ്പം യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ശരിക്കും അമേരിക്ക പെടുക തന്നെയും. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കെടുക്കാത്തതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോൾ വേണമെങ്കിൽ പിന്മാറാം, കുറച്ച് പൈസയും ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. അമേരിക്ക നേരിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇവിടെ അമേരിക്കയ്ക്ക് വിജയം അനിവാര്യമാണ്. തന്നെയുമല്ല, ഇസ്രായേലിനെ കൂടി രക്ഷിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഇപ്പം തന്നെ തകർന്നു നടക്കുമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു തകർച്ചയും തളർച്ചയും തന്നെയാണ് ഇറാൻ്റെ ലക്ഷ്യവും എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.